നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ ദജ്ജാതി മനുഷ്യനാണപ്പോൾ ഇത്. ഓരോ ദിവസമുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഈ മനുഷ്യൻ നമ്മളിങ്ങനെ ഞെട്ടിച്ചോണ്ടിരിക്കുക. എനിക്ക് വയ്യ കേട്ടോ. നിങ്ങളിങ്ങനെ ഈ ചെറുപ്പക്കാർ പിള്ളേരെ നിങ്ങൾ ധർമ്മസങ്കടത്തിലാക്കല്ലേ എൻ്റെ പൊന്നിക്ക. ഇതൊക്കെ ഒരു റിക്വസ്റ്റ് ആയിട്ടെങ്കിലും എടുക്ക്. ഓരോ ദിവസം ഓരോ ഫോട്ടോ എടുത്ത് അങ്ങോട്ട് ഇടും. ആ സോഷ്യൽ മീഡിയയിൽ വൈറലാകും. അത് പിന്നെ മൊത്തം അതിനെക്കുറിച്ചിട്ടായിരിക്കും ചർച്ച മൊത്തം. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കാടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2-3 പിക്കുകൾ വന്നിട്ടുണ്ട്. നിങ്ങളിതൊന്ന് കണ്ടു നോക്കിക്കേ. ഈ ദജ്ജാതി മനുഷ്യനാണ്. 10-74 വയസ്സുള്ള ഈ ഒരു മനുഷ്യൻ്റെ ഈ ഒരു വരവ് കണ്ടോ. ഇതൊക്കെ കാണുമ്പോൾ ആണല്ലോ ഉമാർക്ക് കുരുപൊട്ടുന്നത് അല്ലേ. ഒരു രക്ഷയിലാട്ടോ. എൻ്റെ പൊന്നിക്ക മിച്ചിരിക്കുന്നു. എൻ്റെ പൊന്നിക്ക നിങ്ങളെ ഞാനൊന്നും പറയുന്നില്ല. കണ്ടില്ലേ ഇത് എന്നാ ലുക്കാണല്ലേ. പിന്നെ കൂളിംഗ് ഗ്ലാസ് നമ്മുടെ മമ്മൂക്കാർക്ക് ഒരു വീക്കെൻഡ്സ് ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇത് കണ്ടില്ലേ, ആ ബുക്ക് വായിച്ചുകൊണ്ട് കിടക്കുന്ന ആ ഒരു കിടപ്പുണ്ടല്ലോ, വേറെ ലെവലെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ നമ്മുടെ ഇക്കാട പുതിയ കുറേ സിനിമകളുടെ വിശേഷങ്ങളുണ്ട്. അത് ഞാൻ ഇന്നലെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ട 2-3 സിനിമകൾ വരുന്നുണ്ട് കേട്ടോ നമുക്കാട. ഒന്ന് ക്യൂബ് എൻ്റർടൈൻമെൻറ്റ്, ഖാലിദ് റഹ്മാൻ്റെ സിനിമയാണ്. ആ സിനിമയെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. മമ്മൂക്ക വീണ്ടും ഗ്യാങ്സ്റ്ററായിട്ട് എത്തുന്നു എന്നുള്ളൊരു വാർത്തയാണ്. ആക്ഷൻ ത്രില്ലർ ചിത്രമായിട്ടാണ് സിനിമ നമുക്ക് മുന്നിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ഇതിനു മുമ്പ് ഖാലിദ് റഹ്മാൻ ചെയ്തിട്ടുള്ള ഉണ്ട എന്ന സിനിമയായിരുന്നു അത്. മമ്മൂക്കയുടെ ഈ ഒരു ലുക്കൊക്കെ കാണുമ്പോഴത്തേക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ ഞാൻ ബാക്കിലോട്ടൊന്ന് പോവുക. ഈ കേരളത്തിലെ ചില വൃത്തികെട്ട മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചില ഓൺലൈൻ മാധ്യമം എന്ന് പറഞ്ഞ് നടക്കുന്ന ചില വേട്ടാവളിയന്മാർ. അതിൽ മനുഷ്യനെ മതിക്കാത്ത ഒരു വൃത്തികെട്ട ചെറ്റ കുറേ കാലമായിട്ട് മമ്മൂക്കായിട്ടുണ്ടെങ്കിൽ വേട്ടയാടിയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പേര് പറയാൻ മടിക്കുന്നു അവൻ്റെ, കാരണം ഇതുപോലുള്ള പുഴുത്ത ജീവികളുടെ ഒന്നും പേര് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവൻ പുഴു എന്ന സിനിമ ഇറങ്ങിയപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ മതം, അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയം ഒക്കെ നോക്കിയിട്ട് വളരെ മോശമായിട്ടുള്ള ചില വാർത്തകൾ കൊടുത്തു. ആ പുഴു എന്ന സംവിധായകൻ റത്തീനയുടെ ഭർത്താവിനെ കൊണ്ടുവന്ന് ചാനലിനകത്ത് കൊണ്ടുവന്ന് വിളിച്ചിരുത്തിയിട്ട് എന്തൊക്കെ തെമ്മാടിത്തരങ്ങളാവും പറഞ്ഞത്. മമ്മൂക്കാർക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായപ്പോഴത്തേക്ക് ആദ്യം വാർത്ത കൊടുക്കുന്നതും ആ പരമചെറ്റ തന്നെയാണ്. കാരണം അവൻ പറഞ്ഞു കൂട്ടിയ തെമ്മാടിത്തരത്തിന് കയ്യും കണക്കൂല. അന്ന് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പം ഇതുപോലുള്ള ചില നാറികളുടെ അണ്ണാക്കിലേക്ക് പന്നിപ്പടക്കം പൊട്ടിക്കുന്ന തരത്തിലുള്ള ചില സ്റ്റില്ലൊക്കെയാണ് നമ്മുടെ മമ്മൂക്ക ഈ 74-ാമത്തെ വയസ്സിലെ ഇങ്ങോട്ട് ഇറക്കി വിടുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇവന്മാർക്കൊക്കെ ഊത്തലും കുരുവൊക്കെ പൊട്ടുന്നുണ്ട്. എന്തായാലും വളരെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമായിരുന്നു ബ്രഹ്മയുഗം എന്ന സിനിമ. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഓസ്കാർ വേദിയിൽ നമ്മുടെ മമ്മൂക്കയുടെ ബ്രഹ്മയുഗം എന്ന സിനിമ പ്രദർശിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ ഒരു പരിപാടിയിലേക്ക് സിനിമയുടെ സംവിധാനം മമ്മൂക്കാക്ക് പ്രത്യേകം ക്ഷണനമുണ്ടായിരുന്നു. ഇനി സിനിമ നാഷണൽ അവാർഡിലേക്ക് പരിഗണിക്കപ്പെടും എന്നുള്ളൊരു വാർത്തയും കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ നാഷണൽ അവാർഡ് മമ്മൂക്കാക്ക് ലഭിക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ മമ്മൂക്കാക്ക് നാഷണൽ അവാർഡ് ലഭിക്കത്തില്ല. പക്ഷേ നമ്മുടെ സിനിമ കടലുകൾ താണ്ടി ലോകം മുഴുവൻ ആ സിനിമയെ അറിയും എന്നുള്ളത്, അതാണ് ഏറ്റവും വലിയ അംഗീകാരവും ഏറ്റവും വലിയ അവാർഡുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ജനഹൃദയങ്ങൾ കീഴടക്കുമ്പോഴാണ് ആളുകൾ ഒരു നടനെ അംഗീകരിച്ച് അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതാണ് ഏറ്റവും വലിയൊരു അവാർഡ്. അതിൽ മേളിലൊരു അവാർഡ് ഇല്ല. പിന്നെ ഈ 100 കോടി 200 കോടി 300 കോടിയൊക്കെ തള്ളി വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കാരണം ഇന്നും ഞാൻ ഇന്നലെയും ചെയ്തിട്ടുള്ള ചില വീഡിയോയുടെ താഴേക്ക് വന്നിട്ട് ചിലവന്മാർ വന്നിട്ടുണ്ടോ അങ്ങോട്ട് തൂറി മെഴുകുക, 100 കോടി ഉണ്ടോ 200 കോടി ഉണ്ടോ, എടാ നാണം ഉണ്ടോടാ നിനക്ക്, ഉളുപ്പുണ്ടോ നിനക്കൊക്കെ, നല്ല നല്ല കഥാപാത്രങ്ങളുണ്ടോ ചോദിര്. മറ്റു സ്ഥലങ്ങൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് നോക്ക്. ഇത് കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് പോലും ഒരു സിനിമ നായകനായിട്ട് ചെയ്ത് ഹിറ്റടിച്ച് കാണിക്കാൻ പറ്റാത്ത ഒരാളെ കുറിച്ചിട്ട് വന്നിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ കുരയ്ക്കുമ്പോൾ നമ്മളത് പറഞ്ഞു പോകും. നമുക്ക് ഒരിക്കലും നടൻ തന്നെയാണ് ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളെന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ. പക്ഷേ ഈ വേട്ടാവളിയന്മാരായിട്ടുള്ള ഈ ഫാൻസ് എന്ന് പറയുന്ന ഈ ബുദ്ധിയില്ലാത്ത ഊളകൾ വന്നിട്ട് ഇങ്ങനെ കുരയ്ക്കുമ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർ പറഞ്ഞു പോകും. അതുകൊണ്ട് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ മമ്മൂക്ക വീണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കിടിലൻ സാധനമൊക്കെ ആയിട്ട് ഈ 2026 ഇനിയും കളം നിറഞ്ഞാടാൻ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്കാക്ക് മുമ്പിൽ വരാൻ ആരുമില്ല. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.